അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് ഒരു പുതിയ ട്രെയിലർ വന്നിരിക്കുകയാണ്. ധനുഷിൻ്റെ 4ാമത്തെ ഡയറക്ടോറിയൽ ആയിട്ട് റിലീസാകാൻ പോകുന്ന ഇഡ്ലിക്കടൈ പടത്തിൻ്റെ ഇഡ്ലി എന്ന് പറയത്തില്ല, ഇഡ്ലിക്കടയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ട്രെയിലർ കണ്ടോ. ഇതിനകത്ത് സത്യരാജ്, അരുൺ വിജയ്, നിത്യ മേനൻ, അങ്ങനെ ഒരുപാട് ആൾക്കാർ അഭിനയിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് പുള്ളി ചെയ്ത പടം മറ്റേ നിലവിക്ക് എന്നടി എന്മേൽ കോപം എന്ന് പറഞ്ഞ പടമുണ്ട്. മറ്റേ മാത്യു തോമസ് കുറച്ച് ചെറുപ്പക്കാരെ വെച്ചു, അത് സെറ്റായില്ല. റായനായിരുന്നു അതിന് മുമ്പുള്ള പടം. റായൻ ഹിറ്റായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്കത്ര ഇതായിട്ട് വർക്കായില്ല പടം. മിക്സ്ഡ് റിവ്യൂ ആയിരുന്നു. പക്ഷെ സിനിമ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കളക്ഷൻ പരിപാടിയൊക്കെ കിട്ടിപ്പെടായിരുന്നു. അല്ല പാട്ടൊക്കെ നല്ലായിരുന്നു. ഏറാമൻ. സോ നമുക്ക് ഇഡ്ലിക്കടയുടെ ട്രെയിലർ കാണാം. പാട്ട് ഇഡലി ഉണ്ടാക്കുകയാണ് നായകൻ. பொதுவாக லைஃப்ல நம்ம பண்ற வேலையை ரசிச்சு பண்ணணும்னு சொல்லுவாங்க. அதுக்கு பெரிய பிசினஸ் நான் அவசியம் இல்லை. எப்படி சொல்றாங்க இட்லியா കുറച്ച് ബ്രൗൺ ആയിട്ട് நம்ம கம்பெனி வந்தது 50%. ஓ சத்யராஜ் சூப்பர்யா, சரியான வேலைக்காரங்க. நமக்கு அப்புறம் இந்த வீடு நம்ம கடையை அப்படியே போயிடணும். அவன் எங்க போறான்? இங்க தான் திரும்பி வரப்போறான். ഓ ഇവനെ ഈ സ്റ്റോറി അല്ലേ? വേറെ ലുക്കാണോ? இந்த பொண்ணு கயல் யாரு? இம்புட்டு வேலை செய்து ശാലിനി പാണ്ഡെ நமக்கு ஒரு பெரிய ஊருக்குலாம் சுத்தி பெரிய மிஷன் ஸ்டார் ரெஸ்டாரண்ட் ஒரு டப்பா குடிசைக்கு வெறும் கடையில் தம்பி, இந்த ஊரோட அடையாளம். அந்த இட்லி கடை எங்க ஊருக்கே பெரிய சென்டிமெண்ட் சார். எல்லாரும் உண்டല്ലോ. அவனை முழுசா அடிக்காம வர மாட்டான். கணக்கில் நம்ம அப்போ ஒரு இட்லி கிடைக்காது. அவன் சாதத்துக்கு ரெடியா இருக்கான். இட்லி சுடுறதுன்னு அவ்வளோ இஷ்டமா? நான் என்னவோ இட்லி சுடதான் பிறந்த மாதிரியே எனக்குள்ள ஒரு நினைப்பு. റിട്ടേണും ധനുഷാണോ? നായകൻ ഇഡലി വിറ്റ് വില്ലണർ ആവുന്നില്ല. എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് പുള്ളി മറ്റേ ഏതോ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് തിരിച്ച് അവൻ്റെ റൂട്ട്സിലേക്ക് വരിക. അവൻ അവിടുന്ന് അത് വിട്ടേച്ച് തിരിച്ചു വന്ന് നാട്ടിൽ ബിസിനസിന് വേണ്ടിയിട്ട് പുള്ളി മറ്റേ മെഷീനൊക്കെ മേടിക്കാൻ പറയും. അച്ഛൻ പറയും അതിന്റെ ആവശ്യം. അച്ഛൻ മറ്റേ പഴയ ബൂമറ. പുള്ളി പറയും ഏതാ കൈ കൊണ്ട് അരച്ചുണ്ടാക്കുന്ന ഇഡലിക്കാണ് സ്വാദ്, മെഷീനിൽ അരച്ചാൽ സ്വാദില്ല, അതാണ് പ്രശ്നം. അപ്പോൾ മകൻ പറയും ഇയാൾ എന്ത് തന്നയാ, കാറ്റുള്ളപ്പോൾ തൂറ്റടരാകുക എന്ന് പറഞ്ഞാണ്. അപ്പോൾ അപ്പം പിടിച്ച് പുറത്ത് കളയും. അപ്പം മകൻ പോയി വേറെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യും. അവിടെ നിന്ന് പിന്നെ തിരിച്ച് AFC സത്യരാജൻ്റെ കൂടെയാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് വീണ്ടും അച്ഛൻ പറഞ്ഞ അച്ഛൻ്റെ ഈ അമ്മിക്കല്ലിൽ ആട്ടിയ ഇഡലിയിലേക്ക് തിരിച്ചെത്തേണ്ട ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞല്ലേ? പടം പടത്തിന്റെ ഫുൾ ലൈനും ട്രെയിലർ കാണുമ്പോഴൊക്കെ കിട്ടും നമുക്ക്. അതാണ് കുറ്റബോധം കാരണം പുള്ളി തിരിച്ചു വന്ന് നാട്ടിൽ നിന്ന് ഇഡലി ഉണ്ടാക്കുന്നത്. അല്ല അങ്ങനത്തെ ഒരു സംഭവം. നിത്യാമേനോന് ഇങ്ങനത്തെ എന്നാ ഭയങ്കര രസമാണ്. പുള്ളിക്കാരി ലാസ്റ്റ് ഒരു പടം ചെയ്തായിരുന്നു നമ്മുടെ വിജയ് സേതുപതി. ഇങ്ങനത്തെ റോള് പുള്ളിക്കാരി മാത്രമേ ഉള്ളൂ. നിത്യാമേനോനെ നമ്മളോട് രണ്ട് കഥ പറയാം, അവര് വേറെ കഥ പറയാം. കട്ടച്ചളിയൊക്കെ അടിച്ചോണ്ടിരിക്കും. അല്ല ഇങ്ങനെയാണ് കാണിച്ചത്. അതല്ലേ ഈ അരുൺ വിജയ് എന്തോ റോളപ്പം? അരുൺ വിജയ് സത്യരാജിന്റെ മകനാണെന്ന് തോന്നുന്നത്.
പുള്ളി പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പടത്തിൽ അല്ല, നിനക്ക് പുള്ളിയുടെ റോള് മനസ്സിലായ കഥയൊന്ന് പറഞ്ഞേ. അതായത് പുള്ളി അവിടെ ചെന്ന് വർക്ക് ചെയ്യുന്നു, എന്നിട്ട് ഇതുപോലെ പുള്ളിക്ക് നമ്മളിപ്പോ ഊഹം പറയില്ല, അല്ല, ഞാൻ പറഞ്ഞ ആ ട്രെയിലർ വെച്ച് നിനക്ക് കിട്ടിയ ഐഡിയ എന്തോ? ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞാൽ ഇപ്പം അച്ഛന്റെ സ്ഥലത്തേക്ക് വന്ന് പഴയ ഇവർ ഡൽഹിക്കാരെ എടുത്ത് നടത്തുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു സത്യനാരായണ മകനായിരിക്കും അരുൺ വിജയ്. പുള്ളി എന്താ ഇവൻ എത്രത്തോളം സക്സസ്ഫുൾ ആയെന്ന് അറിയാൻ വേണ്ടി വരുമ്പോൾ ഇവനോട് ഡൽഹിക്കാരെ ഇട്ടോണ്ടിരിക്കുകയായിരുന്നു. പുച്ഛം. അപ്പൊ അവിടുത്തെ ഡയലോഗും പരിപാടിയൊക്കെ വെച്ച് നമ്മളിങ്ങനെ അതായത് ഈ സംഭവം എന്ന് പറഞ്ഞാൽ ക്ലാസിക് സ്റ്റോറി ലൈൻ ആണ്. വല്ല ട്രൂ സ്റ്റോറി വല്ലതും ഒന്നും അറിയത്തില്ല. അങ്ങനെയാണ് ഇതിനകത്ത് എഴുതി കാണിച്ചിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിന്നോ അല്ലെ ട്രൂ ഇൻസിഡന്റ്. നമ്മൾ ഒരുപാട് കണ്ട ഈയിടെ മറ്റേ 3 BHK എന്ന് പറഞ്ഞൊരു പടം കണ്ടായിരുന്നു. നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോൾ നമ്മളിത് കണ്ട കഥകളാ. അത് പ്രസന്റേഷനിലും അങ്ങനെ വലിയ പുതുമയൊന്നും ഇല്ല. അപ്പൊ വീണ്ടും ഈ പടം എന്തിനെടുക്കുന്നു എന്നുള്ളൊരു ഇതേ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആ ഒരു പഴയ ക്ലീഷേ ഫോമാറ്റിലേക്ക് വന്ന് വീഴുന്ന പോലെ. പിന്നെ ഇതിൽ ഈ പറഞ്ഞാൽ ഇവരുടെ പെർഫോമൻസും പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് രസമായിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇമോഷണലി നമ്മളിത് ഹുക്കാക്കി കഴിഞ്ഞാൽ മാത്രമായിരിക്കും ചിലപ്പോൾ നമുക്ക് ഈ സിനിമ ചിലപ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ പ്രൈം ഓഡിയൻസ് തമിഴ് ഓഡിയൻസ് ആണ്. കാരണം കുറച്ച് പടങ്ങൾ ഇപ്പൊ അടുപ്പിച്ച് ഹെവിലി ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് പടങ്ങൾ ഇപ്പൊ വന്നിട്ട് കുറച്ച് ക്ലിക്കായി അവിടെ. പക്ഷെ അത് മറ്റ് സ്റ്റേറ്റിലേക്ക് നമുക്കത് അത് ഏതൊക്കെ മാമൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പടം ഉണ്ടായിരുന്നു. അവിടെ ഭയങ്കര സൂപ്പർ ഹിറ്റാ. മാമൻ. അതായത് മറ്റേ മാമൻ എന്ന് പറയത്തില്ല, ഇത് അമ്മയുടെ ചേട്ടൻ അതല്ലേ. അതും പിന്നെ മറ്റേ വിജയ് സേതുപതിയുടെ ഒരു പടമില്ലേ, വിജയ് സേതുപതി നിത്യമനും കൂടെ, അതൊക്കെ അവിടെ ഹിറ്റാ. അത് വേറെ തലയും അത് വേറെ സ്റ്റേറ്റ്സിലേക്ക് അത് സ്പ്രെഡ് ആവുന്നില്ല. അവിടെ വർക്കാവുന്ന ആ ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമ ആയിരിക്കാം. എന്നുവെച്ചാൽ വിഷ്വലി, അതായത് ക്യാമറ വർക്ക് മറ്റേ വിഷ്വലി കുറച്ച് റിച്ച് ആണ്, വെൽ ഷോട്ട് ആണ്. ഇങ്ങനെയുള്ള റോളാണ് ഇപ്പൊ വരുന്നത്. ഈ തലവൻ തലവിലും പുള്ളിക്കാരി നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഒരു ടൈപ്പ് സാരിയെ കൊടുത്തും വെച്ച്. അതെ. ഇവർ രണ്ടുപേരോട് ഇതിനു മുമ്പ് മറ്റേ തിരുച്ചിത്രമ്പലം എന്ന് പറഞ്ഞ സിനിമയില് അതിലായിരുന്നു രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നത്. അത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. നല്ല സിനിമ. സ്പെഷ്യൽ മെൻഷനോ സോ അപ്പോൾ ഇഡലിക്കടയിൽ നിന്ന് ഇഡലി ആട്ടുകയാണ് ധനുഷ് അല്ലേ. അങ്ങനെ ഇഡലി വിറ്റ് ഒരു വലിയ കോടീശ്വരനാകുന്ന കോടികൾക്കാരില്ല. അല്ലല്ല, നമ്മുടെ റൂട്ട്സ് പ്രൊട്ടക്ട് ചെയ്യുക. മറ്റേ ഉസ്താദ് ഹോട്ടലിൽ പറയുന്ന പോലെ ആൾക്കാരുടെ മനസ്സ് നിറയ്ക്കണം. മനസ്സിലായോ? മനസ്സ് നിറയ്ക്കണം. ആ വൈബായിരിക്കണം. ഈ പടം കാണാൻ നമുക്ക് ഉസ്താദ് ഹോട്ടലിൽ അവിടെ ഒരു വലിയ ഹോട്ടലുണ്ട്. ആ ഹോട്ടൽ ഇവരുടെ ഇത് അങ്ങനത്തെ എലമെന്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ എവിടെയൊക്കെ അതെ എവിടെയൊക്കെ നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ആ ലൈനല്ല, ഇതൊരു ഭയങ്കര ക്ലാസിക് ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ക്ലാസിക് സ്റ്റോറി ഇല്ല. അങ്ങനെ കുറെ സ്റ്റോറീസ് ഉണ്ട്. ഇങ്ങനെ ഈ സ്റ്റോറി നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ പുതിയൊരു വേർഷൻ വന്നുപോയ ടൈപ്പ് സ്റ്റോറി. അതെ, ട്രെയിലർ വെച്ചാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. നമ്മൾ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. സിനിമ ചിലപ്പോൾ ഇത് ആവണമെന്നില്ല. അതേ ഇപ്പൊ പറ്റും. അതെ.